അൽഹംദുലില്ലാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത് വുളുവിന്റെ സുന്നത്തുകളെ കുറിച്ചായിരുന്നു അല്ലെ? അല്ല, സോറി, വുളുവിന്റെ സുന്നത്തിനെ കുറിച്ചായിരുന്നു. വുളുവിന് ശേഷമുള്ള 2 സുന്നത്തിന്റെ പ്രാധാന്യം. ഇനി അടുത്ത ഇതിലേക്ക് നമ്മൾ ഫർള് നമസ്കാരത്തിലെ വർദ്ധിച്ച സുന്നത്തുകളുടെ കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും, അതായത് ളുഹറിന് മുമ്പ് 2, ശേഷം 4, പിന്നെ അതുപോലെ സുബൈക്ക് 2, അങ്ങനെ ഒരു 12 റക്അത്ത് നമസ്കാരം ഒരു 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 ഒഴുക്കൻ മട്ടിൽ തുടർന്ന് പോകുകയാണ് പതിവ്. എന്നാൽ അതല്ല, അതിമഹത്തായ പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്ന നമസ്കാരങ്ങളാണിവ. അതിലെ ഓരോ ഹദീസിന്റെയും വെളിച്ചത്തിൽ അവ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇബ്നു ഖാസിം റഹിമഹുല്ല പറയുന്നു, റവാത്തിബ് സുന്നത്തുകൾ ഉപേക്ഷിക്കുക എന്നത് ഒരാളുടെ ദീനിന്റെ കുറവായാണ് സൂചിപ്പിക്കുന്നത് അല്ലെ? അപ്പൊ അധികം ആളുകൾ ഫർള് മാത്രം നമസ്കരിച്ച് വരും, ഞാൻ അത്രേ തെറ്റ് ചെയ്യുന്നുള്ളൂ എന്നൊക്കെയാണ് തമാശയിൽ പറയാറ്. എനിക്ക് അങ്ങനെ പരിചയമുള്ള ഒരാളുകൾ. അപ്പം സത്യത്തിൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫർള് നമസ്കാരമോ ആകെ ഫ്ലോപ്പാണ് അല്ലേ? കൈ കെട്ടുമ്പോ അല്ല ഉണ്ടാവും, പിന്നെ സലാം ചെല്ലുമ്പോഴും ഉണ്ടാവും അല്ല. അതല്ലാണ്ട് അതിലൊക്കെ നമ്മുടെ മനസ്സ് പല സ്ഥലത്തും, ദുബായ്, ഖത്തർ, സൗദി എല്ലാ സ്ഥലത്തും പോയി വന്നിട്ടും ഉണ്ടാവും അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ഫർള് നമസ്കാരത്തിൽ ഒരുപാട് അബദ്ധങ്ങളും വീഴ്ചകളും സംഭവിക്കുന്നത് കൊണ്ട് അതില് തിരുത്തലുകൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പിന്നെ എന്താ വെച്ചാൽ അതിന്റെ തെറ്റുകൾ പിന്നെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സുന്നത്ത് നമസ്കരിക്കുന്നത്. സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിക്കുന്നതിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ സാധിക്കുന്നു, പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുന്നു. അതായത് ഒരു വ്യക്തി സുന്നത്തായ നമസ്കാരത്തിൽ, സുന്നത്തായ കർമ്മങ്ങളിലൂടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ സ്നേഹിക്കുകയും അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുകയും ചെയ്യുന്നത്. 2, നമ്പർ 2, പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. നമ്പർ 3, അള്ളാഹുവിന്റെ അടുക്കൽ പദവികൾ ഉയർത്തപ്പെടുവാൻ കാരണമാകുന്നു. എത്രമാത്രം സുന്നത്തെടുക്കുന്നുവോ അത്രമാത്രം ആ വ്യക്തിക്ക് അള്ളാഹുവിന്റെ അടുത്ത് ഉയർന്ന പദവികൾ, ദറജകൾ ഉണ്ടാവും. മാത്രവുമല്ല, ഇവയെല്ലാം നാളെ പരലോകത്ത് നമ്മുടെ നന്മയായി തുലാസിൽ കനം തൂങ്ങുന്നതുമായിരിക്കും. അൽഹംദുലില്ലാ. അപ്പൊ 4 പിന്നെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ഇതിനെ കുറിച്ച് പറയുന്നത്. ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹമിദഹുല്ല പറയുന്നു, സഹോദരങ്ങളെ, നിങ്ങൾ അറിയുക, റവാത്തിബ് നമസ്കാരം ഉപേക്ഷിക്കൽ റവാത്തിബ് നമസ്കാരം നിർവഹിക്കൽ പ്രബലമായ സുന്നത്തും അതിൽ ഉപേക്ഷ വരുത്തുക എന്നത് വെറുക്കപ്പെട്ടതുമാണ് അല്ലെ? റവാത്തിബ് ഉപേക്ഷിക്കൽ. എന്നിരുന്നാലും ചില പണ്ഡിതന്മാരുടെ അടുക്കൽ അത് സ്ഥിരമായി ഉപേക്ഷിക്കുന്നതിന്റെ നീതി ബോധം, അതായത് അദാലത്ത് നഷ്ടപ്പെടുകയും തൽഫലമായി അവന്റെ മേൽ തിന്മ രേഖപ്പെടുത്തുകയും ചെയ്യപ്പെടുന്നു അല്ലെ? അപ്പൊ നമ്മൾ വിചാരിക്കും, അതിപ്പോ ലൊഹർ സ്കരിച്ചാൽ മതി, അതിന് സുന്നത്തൊന്നും വേണ്ട അല്ലേ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നമ്മളെ എന്താക്കുന്ന പറയുന്നത്, അള്ളാഹിന്റെ അദാലത്ത് നീതി ബോധം നഷ്ടപ്പെടുകയും നമ്മുടെ മേൽ തിന്മ എഴുതപ്പെടുകയും ചെയ്യുന്നു. അതായത് നമ്മളിപ്പോ ഒരു ദിവസം 5 വക്ത് നമസ്കരിച്ചു, ആ 5 വക്തിലും ഒരുപാട് ഫോൾട്ടുകളും ഒരുപാട് ശ്രദ്ധക്കുറവ്, എന്തൊക്കെയോ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. നിന്നത് ശരിയില്ല, നോക്കിയത് ശരിയില്ല, പോലും ശരിയായില്ല, അങ്ങനെ ശരിയായില്ല ഒരുപാട്. അപ്പൊ അതൊക്കെ കവറപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സുന്നത്ത് നമസ്കാരം വേണം. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ എന്താ സംഭവിക്കുക? അത് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നമുക്ക് പിന്നെ ആ ഫർള് നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ല എന്നർത്ഥം അല്ലെ? മാത്രവുമല്ല, അള്ളാഹു അതിന് പരിഗണിക്കുകയും ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ 5 നേരത്തെ ഫർള് നമസ്കാരത്തോടനുബന്ധിച്ച് 5 നേരത്തെ ഫർള് നമസ്കാരത്തോടനുബന്ധിച്ച് 22 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ? അപ്പം ഇത് കേൾക്കുമ്പോൾ ഇതൊന്നും ജീവിതത്തിൽ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ വിചാരിക്കും, ഇത് എന്താണിത്, ഇത് എത്ര നിസ്കാരാണ്? സുബ്ഹിക്ക് മുമ്പ് നമ്മൾ നിസ്കരിക്കും, മഗ്‌രിബിന് ശേഷവും നിസ്കരിക്കും, ഇശാക്ക് ശേഷവും നിസ്കരിക്കും അല്ലെ? പക്ഷെ ളുഹറിന് മുമ്പ് 4, ളുഹറിന് ശേഷം 4, അസറിന് മുമ്പ് 4, ഇശാക്കിന് മുമ്പ് 2, ഇതൊക്കെ എത്രാണല്ലേ? ഇതൊക്കെ നമുക്ക് കഴിയോ എന്നൊക്കെ ഉള്ള ഒരു ധാരണ നമുക്കുണ്ട് അല്ലെ? അത് ആക്ച്വലി ഇതിൽ 12 റക്അത്ത് മാത്രമാണ് റവാത്തിബ് സുന്നത്തിൽ പെടുന്നത്. അത് നമുക്കറിയാം അല്ലെ? 12 റക്അത്ത് നിസ്കാരാണ് റവാത്തിൽ പെടുന്നത്. ഇതിന് മറ്റുള്ളവയെ അപേക്ഷിച്ച് പ്രത്യേക ശ്രേഷ്ഠതയും ഉണ്ട്. ഈ അധികരിപ്പിച്ച സുന്നത്തിന് അധികരിച്ച ശ്രേഷ്ഠതകളും ഉണ്ട്. ആയിഷത്തെ കാലത്ത്
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സബറ അല ഇത്നൈനി അശറ റകഅത്തിൻ മിനൽ സുന്നത്തി ബനല്ലാഹു ലൈലൻ ബൈത്തൻ ഫിൽ ജന്ന. അല്ലെ, ആരെങ്കിലും ഒരാൾ സ്ഥിരമായി 12 റക്അത്ത് നമസ്കരിക്കുകയാണെങ്കിൽ അവന് സ്വർഗത്തിൽ ഒരു വീട് ഒരുക്കുന്നതാണ് അല്ലെ. അപ്പം 12 റക്അത്ത് നമസ്കാരത്തിന് സ്വർഗത്തിൽ ഒരു വീട് ലഭിക്കുന്നതായിരിക്കും. عن حبيبة تقول سمعت رسول الله صلى الله عليه وسلم يقول من صلى 12 ركعة في يوم ويلة بني له بهن بيت في الجنة. അത് പറയുന്നത് തന്നെ, അതായത് 12 റക്അത്ത്, ഏറ്റവും ലളിതമായ 12 റക്അത്ത് നമസ്കാരം നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ ഒരു വീടുണ്ട്. അത് ഏതെല്ലാണ്? സുബ്ഹിക്ക് മുമ്പേ 2, ളുഹറിന് മുമ്പേ 4, ശേഷം 2, പിന്നെ അസറിനില്ല, മഗ്‌രിബിന് ശേഷം 2, ഇശാക്ക് ശേഷം 2. ഇങ്ങനെയാണ് 12 പറയുന്നത് അല്ലെ. എന്നാൽ അതിനേക്കാൾ അധികരിച്ച സുന്നത്ത് നമസ്കാരങ്ങളും ഉള്ളതായിട്ട് നമുക്ക് കാണാം അല്ലെ. ഫർള് നമസ്കാരത്തോടനുബന്ധിച്ച് സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താന്ന് വെച്ചാല് സുബ്ഹിയുടെ സുന്നത്താണ് അല്ലെ. ഫർള് നമസ്കാരത്തോടനുബന്ധിച്ചുള്ള സുന്നത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്താണ്. അത് നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് എനിക്കറിയാം അല്ലെ. ആയിഷ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ ഇപ്രകാരം പറയുന്നതായിട്ട് കാണാം: സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ഇഹലോകവും അതിലുള്ള മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് അല്ലെ. അപ്പം സഹാബ കിറാമുകൾ മാത്രമല്ല സാധാരണ എല്ലാവരും തന്നെ ആ 2 റക്അത്ത് നമസ്കാരം ഒരിക്കലും ഉപേക്ഷ വരുത്താറില്ല. ഇനി അഥവാ പള്ളിയിലേക്ക് നമ്മൾ തിരക്കിട്ട് ഓടുന്നതിനിടയിൽ പള്ളിയിൽ ഫർള് നമസ്കാരം തുടങ്ങിപ്പോയി കഴിഞ്ഞതാണെങ്കിൽ സുബ്ഹിക്ക് ശേഷം പോലും ഈ സുന്നത്ത് നിർവഹിക്കേണ്ടതാണ്. ആക്ച്വലി സുബ്ഹിക്ക് ശേഷം സുന്നത്ത് നമസ്കാരം പാടില്ല, കറാഹത്താണ്. ബട്ട് ഈ നമസ്കാരം നമുക്ക് വിട്ടുപോയാൽ, വല്ല കാരണവശാലും വിട്ടുപോയാൽ, ജമാഅത്ത് തുടങ്ങിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യണം? സുബ്ഹിക്ക് ശേഷമെങ്കിലും നമസ്കരിക്കണം. പിന്നെ വേറൊരു ക്വാളിറ്റിയും കൂടെ എന്താന്ന് വെച്ചാൽ ഈ നമസ്കാരം യാത്രയിൽ പോലും ചെയ്യുന്ന ഒരു റവാത്തിബാണ് അല്ലെ. നമുക്കറിയാം, നമ്മൾ വല്ല ദൂര യാത്രയിലോ വേറെ എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ ജമ്മു കസറാക്കുമ്പോൾ അവിടെ ഒന്നും ഒരു സുന്നത്തും നിർവഹിക്കാറില്ല. എന്നിരുന്നാൽ സുബ്ഹിയുടെ സുന്നത്തും സുബ്ഹിന്റെ ഫർളും കറക്റ്റ് സമയത്ത് കറക്റ്റ് നിർവഹിച്ചേ പറ്റൂ അല്ലെ. അപ്പൊ ആ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സുന്നത്ത് നമസ്കാരം ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്കൊരു വിട്ടുവീഴ്ചയ്ക്കും ഒരു ചാൻസ് ഇല്ല അല്ലെ. ആയിഷ റളിയല്ലാഹു പറഞ്ഞ പോലെ തന്നെ സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ഇഹലോകവും പരലോകവും അതിലുള്ള മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് അല്ലെ. അപ്പൊ നമുക്ക് ഒരുപാട് ഒരു ബെനിഫിഷ്യൽ ആയിട്ട് എന്തൊക്കെയോ കിട്ടുമെന്ന് വിചാരിച്ച് തന്നെ, അതും വളരെ വലിയതായിട്ടൊന്നും നിസ്കരിക്കണം അതും വേണ്ട അല്ലെ. വളരെ കുറച്ച് ചെറിയ സൂറത്തുകൾ ഓതിയിട്ട് ഏതൊരു സുന്നത്തിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധ ചെലുത്തി ഒഴിവാക്കാതെ നമസ്കരിച്ചു വന്നിരുന്നതാണ് പ്രഭാത നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് എന്ന് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ സുബ്ഹി നമസ്കാരത്തിന്റെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ലഘുവായ 2 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുമായിരുന്നു. അതായത് അതിന് ഓതിയിരുന്ന സൂറത്തുകൾ ഏതെല്ലാന്ന് വെച്ചാൽ സൂറത്തുൽ കാഫിറൂനയും ഇഖ്ലാസും. ഇനി ഏതെങ്കിലും ഒരു വ്യക്തികൾ വിചാരിക്കുക, ഞാൻ വലിയ തഖ്വയുള്ള ആളാ, ഞാൻ അങ്ങനെ കുറച്ച് വലിയ സൂറത്തൊക്കെ അങ്ങ് ഓതട്ടെ എന്ന് വിചാരിച്ചാൽ അതിന് പ്രതിഫലം കിട്ടുമോ? ഇല്ല. അത് പ്രവാചകന്റെ സുന്നത്ത്, അത് വളരെ ലൈറ്റ് ആയിട്ട് സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസും മാത്രം ഓതിയാൽ മതി എന്നാ പറഞ്ഞിട്ട്. പിന്നെ വേറെ ഏതെല്ലാം സൂറത്തുകൾ ഉണ്ട്, അത് ഞാൻ പറഞ്ഞിപ്പോ കൺഫ്യൂഷൻ ആക്കുന്നില്ല. അത് പ്രത്യേക സൂറത്തിന്റെ പ്രത്യേക ആയത്തുകളാണ്. അപ്പൊ നിങ്ങൾ നമുക്ക് ഓതാനും എളുപ്പം പ്രവാചകന്റെ സുന്നത്തും ഏതാണെന്ന് വെച്ചാൽ സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസും അല്ലെ. ഒരിക്കൽ ഒരാൾ 1-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ ഓതുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോ എന്താ പ്രവാചകൻ പറഞ്ഞതെന്ന് അറിഞ്ഞോ? ഇത് എന്റെ രക്ഷിതാവിൽ വിശ്വസിച്ച ഒരു അടിമയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നമ്മൾ ഇനി സൂറത്തുൽ കാഫിറൂന് നിസ്കാരത്തിൽ ഓതുമ്പോൾ അങ്ങനെ വിചാരിക്കണം, അല്ലാഹുവിൽ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ്
എങ്ങനെയാണ് പഠിച്ചോനെ എനിക്ക് ഇത് ഓതാൻ പറ്റുന്നത് എന്ന് നമ്മൾ വിചാരിക്കണം അല്ലെ. മാത്രവുമല്ല രണ്ടാമത്തെ റക്അത്തിൽ ഒരാൾ മെല്ലെ ഓതുക, സുന്നത്തിലല്ല ഓതിയപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഇത് എൻ്റെ രക്ഷിതാവിനെ മനസ്സിലാക്കിയ ഒരടിമയാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇത് സ്ഥിരമായിട്ട് ഓതുന്നത് കൊണ്ട് നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ച ഒരു അടിമ എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടി, രണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കിയ അടിമ എന്നുള്ള സർട്ടിഫിക്കറ്റും കിട്ടിയില്ലേ. അപ്പൊ നമുക്ക് തോന്നിയ പോലെ വെറുതെ സിദാസുൽജിലത്തിയോ വേറെ ഏതെങ്കിലും വാക്കയോ അങ്ങനെയൊന്നും ഓതിയിട്ട് ഒരു കാര്യവുമില്ല. ഈ സൂറത്ത് തന്നെ ഓതുന്നതായിരിക്കാം ഉത്തമം അല്ലെ. ഇതിന് രണ്ട് സർട്ടിഫിക്കറ്റുകൾ വരുന്നുണ്ട്. ഒന്ന് രക്ഷിതാവിൽ വിശ്വസിച്ച അടിമ അല്ലെ, നമുക്ക് അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കുന്നത് എന്നതിനുള്ള ഒരു പ്രത്യേക തെളിവാണത്. രണ്ടാമത്തത് അള്ളാഹുവിനെ മനസ്സിലാക്കിയ അടിമാന്നു അല്ലെ. പിന്നെ തവാഫി ഇബ്നു ഹിബാൻ തന്റെ സ്വഹീഹിൽ ഇബ്നു ഹജർ അസ്ഹലാനി മുതലായവർ ഇത് ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്യുന്നത്. പിന്നെ 3 കാര്യങ്ങളെ കൊണ്ട് സുബ്ഹിയുടെ സുന്നത്ത് പ്രത്യേകമാക്കപ്പെടുന്നു. ഒന്ന്, റവാത്തിബ് സുന്നത്തുകൾ ഏറ്റവും ശ്രേഷ്ഠമായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 2 റക്അത്ത് സുന്നത്ത് സുബ്ഹിയുടെ സുന്നത്താണ്. അപ്പൊ റവാത്തിബ് സുന്നത്തുകൾ ഞാൻ 22 എണ്ണം പറഞ്ഞല്ലോ അധികരിച്ചതടക്കം. പക്ഷെ അതിനേക്കാൾ ഏറ്റവും ഫളായിലുള്ളത് ഏതാന്ന് വെച്ചാൽ സുബ്ഹിയുടെ സുന്നത്താണ്. 2, മറ്റ് നമസ്കാരങ്ങളോടുള്ള ചേർന്നുള്ള സുന്നത്തിന് വിപരീതമായി യാത്രയിലും അല്ലെങ്കിലും നിർവഹിക്കണം. യാത്രയിലാണെങ്കിൽ മറ്റുള്ള റവാത്തിബ് ഞാൻ പറഞ്ഞ പോലെ തന്നെ യാത്രയിലാണെങ്കിൽ മറ്റുള്ള എല്ലാ റവാത്തിബുകളും നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് യാത്രക്കാരന്റെ കൺസിഡറേഷൻ വെച്ചിട്ട്. ബട്ട് സുബഹിയുടെ സുന്നത്തും സുബഹിയും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് സമയത്തിന് നമസ്കരിച്ചോണം അല്ലെ. പിന്നെ 3, അതിൽ പ്രത്യേകമായി സൂറത്തുകളുടെ പാരായണമുണ്ട്. സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ കാഫിറൂന് ഫസ്റ്റും രണ്ടാമത്തിൽ ഇഖ്ലാസും. അത് ഓതിയാലുള്ള പ്രത്യേകതകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലെ. അപ്പൊ നമ്മൾ നല്ല എന്തെന്നാ പറഞ്ഞത്, നല്ല വിശ്വാസിയാണെന്ന് മനസ്സിലാക്കുന്നു. ഒന്ന്, വിശ്വസിച്ച അടിമയാണെന്ന് മനസ്സിലാക്കുന്നു. 2, അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഒരടിമയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ നമുക്ക് വലിയ വലിയ സൂറത്തുകളൊക്കെ ബൈഹാർട്ട് ഉണ്ടെന്ന് വിചാരിച്ച് ആരും മറ്റുള്ള സൂറത്തുകൾ ഓതുന്നതിൽ അത്രക്കന്നെ പ്രാധാന്യം ഇല്ല എന്നുകൂടെ മനസ്സിലാക്കണം അല്ലെ. ഷറഹുൽ ബുലൂഗുൽ മറാം എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഹദീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ സുബ്ഹി നമസ്കാര ശേഷം ഒരു 5 മിനിറ്റ് വലതുവശം ചരിഞ്ഞ് കിടക്കുന്നത് പ്രവാചക ചര്യൽ സുന്നത്താണ് അല്ലെ. അതൊരു നല്ല കാര്യമാണ്. ഇനി ളുഹറിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ അല്ലെ. ളുഹറിന് മുമ്പ് ളുഹറിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പൊ യാത്ര കൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ എവിടെങ്കിലൊക്കെ പോകുമ്പോൾ വഴിയരികിൽ നിന്നൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ഹദീസുകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പം അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് മർന നബിയു അലാ കബരി, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കബറിനടുത്തുകൂടെ നടന്നു പോയി. പിന്നെ അപ്പൊ ഇന്നമാ സാഅത്ത് തുഫ്തഹു ഫിഹ അബ്വാബു സമാ, കബറിന്റെ അടുത്തുകൂടെ നടന്നു പോയപ്പോ അവിടെ പിന്നെ അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പിന്നെ ആ റീസെന്റ് ഡെഡ് അടുത്ത് മരിച്ചിട്ടുള്ള ഒരു മനുഷ്യന്റെ കബറാണത്. ആ കബറില് എന്താ വെച്ചാൽ കബർ കുഴിച്ച് മണ്ണിന്റെ നനവ് മാറിയിട്ടില്ല അല്ലെ. വക്കാല റകാത്താനി ഹഫീഫത്താനി എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏറ്റവും ഷോർട്ടായിട്ടുള്ള 2 റക്അത്ത് നമസ്കാരം, നിങ്ങൾ നിസ്സാരമായി കാണുന്ന ഒട്ടും വിലമതിക്കാത്ത നിസ്കാരം. അതായത് ളുഹർ ബാങ്കിന് നിങ്ങൾ പള്ളിയിൽ കയറി മുഅദ്ദിൻ ബാങ്ക് വിളിച്ചു, ധാരാളം സമയമുണ്ട്, അപ്പോൾ നിങ്ങൾ 2 റക്അത്ത് നമസ്കരിക്കുകയാണെങ്കിൽ അബദൻ ഇൻഷാ അല്ലാഹ് അസ്സ വജല്ല. അതായത് ഫത്തമസ്സ എന്ന് പറഞ്ഞാൽ അവനെ സ്പർശിക്കുകയില്ല. വജ്ഹഹുൻ നാറു അബദ, ഒരിക്കലും നരകം ഇൻഷാ അല്ലാഹ് അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിച്ചാൽ അവനെ ഒരിക്കലും അവന് നരകം സ്പർശിക്കുകയില്ല. അതായത് ദാവൂദ്, തുർമുദി, ഇബ്നു മാജ മുതലായവർ പിന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അത് നമുക്കൊക്കെ ഒരു പ്രത്യേകം ചിന്തനീയമായ ഒരു ഹദീസ് എന്ന് വേണം പറയാൻ അല്ലേ. അതായത് നമ്മളൊക്കെ ഇപ്പൊ വെറുതെ ഇരിക്കും, ഒളു എടുത്തിട്ട് തന്നെയാണ് ഇപ്പൊ അധിക സമയം ഇരിക്കലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹോദരിമാരൊക്കെ ഒളുവിലായിരിക്കുമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താക്കാം, അതായത് ഒളുവിന്റെ സുന്നത്തൊന്നും പറഞ്ഞിട്ടും ഇതുപോലെ അധികരിച്ച സുന്നത്തുകളൊക്കെ ധാരാളമായിട്ട് നിർവഹിക്കാം. അതിനൊക്കെ
അപ്പം ഈ ഖബറിൽ പോയി കിടക്കുന്ന മനുഷ്യന് ഈ 2 റക്അത്ത് സുന്നത്തിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് അതിന് മാത്രം വലുതായിരിക്കും. അപ്പൊ അയാൾ വിചാരിക്കും പോലെ വെറുതെ നടന്ന സമയത്ത് ഞാൻ 2 റക്അത്ത് നമസ്കരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ. അപ്പൊ അതുപോലെ നമ്മളും വെറുതെ കിട്ടുന്ന സമയങ്ങളിൽ നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ആ സമയത്തിനെ കുറിച്ച് പറയുന്നത്, അതായത് ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത് നമസ്കരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയോ? ഇന്നഹ സഅത്ത് തുഫ്താത്തു ഫിഹ അബ്വാബു സമാ അല്ലേ. അന്നേരം ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന സമയമാണ്. മാത്രവുമല്ല ഫഉഹിബ്ബു ഫിഹ അമലുൻ സ്വാലിഹ്, എന്റെ അമലുകൾ ആകാശ ലോകത്തേക്ക് കയറി പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അല്ലെ. ഇപ്പൊ ആ സമയത്ത് നമ്മളൊക്കെ എന്താ ചെയ്യുക? അടുക്കളയിൽ കിണഞ്ഞ് പണിയെടുക്കൂലേ, ചോറും കറിയും വെക്കലും തിരുമ്പലും തുടക്കലും അല്ലെ. ഏതായാലും ളുഹർ ബാങ്ക് കൊടുക്കട്ടെ, അതുവരെ പണി തീർക്കട്ടെ എന്ന് വിചാരിക്കൂലേ. ആ സമയം എന്ന് പറയുന്നത് വല്ലാത്തൊരു സമയമാണ്. 11 മണിക്ക് ശേഷം ളുഹാ നമസ്കാരം ഭയങ്കര ഫളായിലാണ്. കാരണം പിന്നെ പശ്ചാത്തപിച്ച് മടങ്ങുന്നവരുടെ നമസ്കാരമാണ്. ആ സമയത്ത് ആ നമസ്കാരപ്പായിൽ ഇരുന്ന് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ പാപമോചനം നൽകപ്പെടുകയും ചെയ്യും. മാത്രമല്ല ആകാശ കവാടങ്ങൾ 12 മണി ബാങ്ക് ഇങ്ങനെ ബാങ്ക് ഇങ്ങനെ സൂര്യൻ നെറുകയിൽ നിൽക്കുമ്പോഴായിരിക്കും ബാങ്ക് കൊടുക്കുക. സൂര്യൻ അവിടുന്ന് തെറ്റുമ്പോൾ ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുകയും അന്നേരം നമ്മുടെ അമലുകൾ മേലോട്ട് കയറി പോകുകയും നമുക്ക് അവിടെ നിന്ന് ബർക്കത്തുകൾ ഇറക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു സമയമാണ്. ആ സമയത്ത് നമ്മൾ മാക്സിമം നിസ്കാരപ്പായിൽ തന്നെ ഇരിക്കാനും ആ ളുഹർ മുമ്പുള്ള 4 റക്അത്ത് നമസ്കരിക്കാനും ശ്രദ്ധിക്കണം അല്ലെ. പിന്നെ അതായത് പിന്നെ 2 റക്അത്ത് വളരെ ഹഫീഫത്താനി, അത് വളരെ ചെറുതായിട്ടെന്നെങ്കിലും നിസ്കരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സുന്നത്ത് നിസ്കരിക്കുമ്പോ ഇത് അതായത് ഡോക്ടർ മുഹമ്മദ് കണ്ണിയൻ പറയാം, അതൊരു ചെറിയ നമസ്കാരമാണെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അതിന്റെ പ്രതിഫലം കിട്ടുക എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. അതൊരു വാട്സാപ്പ് റീൽസിലോ ഷോർട്സിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും കുക്കറി ഷോയിലൊക്കെ നമ്മൾ കാണുമ്പോൾ എത്രയും സമയമാണ് നമുക്ക് പോണതില്ലേ. ആ സമയം കൊണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം ദുനിയാവിലേക്കോ നാളെ ആഖിറത്തിലേക്കോ ഉണ്ടോ അല്ലെ. ദുനിയാവിലേക്ക് ഉണ്ടോന്ന് വെച്ചാൽ നമ്മൾ കാണും, അത് മറന്നു പോകും. അത് തന്നെ, അതിലെന്ത്. അതേസമയം 2 റക്അത്ത് നിസ്കരിച്ചാൽ മറക്കൂലോ, അത് മലക്കുകൾ അവിടെ എഴുതി വെക്കുമല്ലോ അല്ലെ. അപ്പൊ ഖബറിലുള്ള ഒരാളുകള് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും ആ സമയത്ത് വന്ന് 2 റക്അത്ത് നമസ്കരിച്ചിരുന്നെങ്കിൽ എന്നല്ലേ. ഖബറാളികൾ വിചാരിക്കും പോലെ പടച്ചോനെ റബ്ബേ ഒരു 2 റക്അത്ത് നമസ്കരിച്ചിരുന്നുവെങ്കിൽ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കഥ പറയുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കാരണം അപ്പൊ ഇത്രയൊക്കെ സുന്നത്ത് നമസ്കാരം ഇപ്പൊ ഇനിയും കുറെ പറയാനുണ്ട്. ഇത് പറയുമ്പോ ഒക്കെ നിങ്ങൾ വിചാരിക്കും ഇതിങ്ങനെ ടീച്ചറിന് പറഞ്ഞു പോയാൽ മതി, ഇത് ലൈഫിൽ നമുക്ക് പ്രാക്ടിക്കൽ ആക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നല്ലേ. ആക്ച്വലി അങ്ങനെ ആണോ? അത്ര ഒന്നും ഇല്ല. ഇത് എന്ത് സംഗതി നമ്മൾ തുടങ്ങി വെക്കുമ്പോൾ ഒരു 10-20 ദിവസം 21 ദിവസം വരെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോ ഈവൻ തഹജ്ജുദ് ആവട്ടെ, ളുഹാ നമസ്കാരം ആകട്ടെ, ഇതൊക്കെ നമ്മളൊക്കെ തന്നെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നോരാ അല്ലെ. വെറും ഫർള് മാത്രം നമസ്കരിച്ച അങ്ങനെ കയറി വന്ന് ഓരോ നമസ്കാരത്തിന്റെയും പ്രത്യേകതകളും ഫളായിലുകളും മനസ്സിലാക്കി അതിന്റെ പ്രതിഫലം എന്റെ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ അതിനോടൊപ്പം അതിന്റെ പ്രതിഫലം കൂടെ ഞാൻ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അല്ലെ. അപ്പം അബ്ദുല്ലാഹിബിൻ സ്വൈബിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ ളുഹറിന് മുമ്പ് 4 റക്അത്ത് നമസ്കാരം പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നിർവഹിക്കുമായിരുന്നു. ബിക്കോസ് ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്ന സമയമാണ്, അതിലൂടെ സൽക്കർമ്മങ്ങൾ കയറി പോകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നത്. തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുപോലെ ളുഹറിന് ശേഷമുള്ള 4 റക്അത്തും റവാത്തിബിൽ പെട്ടതല്ല, ബട്ട് 2 റക്അത്ത് മാത്രമാണ് റവാത്തിബിൽ പെട്ടത്. എന്നാൽ ളുഹറിന് ശേഷമുള്ള 4 റക്അത്ത് നമസ്കാരത്തിന് റവാത്തിബ് പിന്നെ നമസ്കാരത്തിന് പോലും പറയാത്ത ശ്രേഷ്ഠതകൾ കാണാം. ഉമ്മു ഹബീബത്ത സൗജുൻ നബി അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഉമ്മു ഹബീബ പറയുന്നു, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹാഫല, ശ്രദ്ധിക്കണേ, മൻ ഹാഫല അല 4 റക്അത്തിൻ ഖബല ളുഹരി വ 4 ബഅദഹ ഹറമ അലൻ നാരി എന്നാണ് പറയുന്നത്. ഉമ്മു ഹബീബ റിപ്പോർട്ട് ചെയ്യുന്നത് ളുഹറിന്റെ 4 റക്അത്ത് നമസ്കാരം പിന്നെ ളുഹറിന് മുമ്പും 4 റക്അത്തിന് ശേഷം ളുഹറിന് ശേഷം 4 റക്അത്തും നിസ്കരിക്കുന്നവരാരോ അവർക്ക് അള്ളാഹു നരകം നിഷിദ്ധമാകുന്നതാണ് അല്ലേ. അപ്പൊ എന്തെല്ലാം പഠിച്ച നമ്മള്, അതായത് സുബീന്റെ മുമ്പുള്ള 2 റക്അത്ത്
നമസ്കാരം ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത്. അഥവാ മിസ്സായി പോയാൽ ളുഹർ കഴിഞ്ഞിട്ട് തന്നെ അല്ല സുബഹി കഴിഞ്ഞിട്ടെന്നെങ്കിലും അത് നമസ്കരിക്കണം സുബഹിക്ക് ശേഷം. പിന്നെ ളുഹറിന് മുമ്പും പിൻപും 4 വീതം നമസ്കരിക്കുന്നവൻ ഹറമല്ലാഹു വജ്ഹി അലന്നാർ, അല്ലെ, നരകം അവനിൽ നിന്ന് കാക്കുന്നു. അപ്പൊ ഞാനൊക്കെ അത് നിസ്കരിക്കുമ്പോ അങ്ങനെ വിചാരിക്കും, പഠിച്ചോനെ റബ്ബേ ഭയങ്കര തിരക്കാണ്, ബിസിയാണ്, നിസ്കരിക്കാൻ സമയമില്ല, എന്നിരുന്നാലും പഠിച്ചോനെ എന്റെ മുഖം നരകം, എന്റെ മുഖം എന്ന് പറയുന്ന എന്റെ ബോഡി, പഠിച്ചോനെ നരകത്തിനെ തൊട്ട് കാക്കാൻ വേണ്ടിയാ ഞാനിത് നിസ്കരിക്കും, നീ എന്നിൽ നിന്ന് ഇത് സ്വീകരിക്കണേ റബ്ബേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാ നിസ്കരിക്കുക, അല്ലെ. ആയിഷ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ ആയിഷ റളിയല്ലാഹു പറയുന്നു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യദഉ അർബഅ ഖബല ളുഹ്രി വറകാതൈനി ഖബല അദാഇ താബാഹു ഇബ്നു അബി അദിയി വഅംറുൻ അൻ ശുഅബത്തുൻ. അതായത് ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത്, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഉപേക്ഷിക്കാറില്ല. ഇത് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പം ളുഹറിന് മുമ്പുള്ള നിസ്കാരത്തിന് അള്ളാഹു പ്രത്യേക പ്രതിഫലം പറയുന്നുണ്ട്, അല്ലെ. അപ്പൊ ആ നിസ്കാരം ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കരുത്. അത് 4 മുമ്പും 4 ശേഷം ഒക്കെ നിസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലപ്പോഴും ഈ 4 വിട്ടുപോയാൽ, വല്ല തിരക്കിട്ടൊക്കെ വന്ന് പള്ളിയിൽ കയറി ജമാഅത്ത് തുടങ്ങി പോയാൽ ആ 4 റക്അത്ത് അസറിന് ശേഷം നമസ്കരിച്ചിരുന്നതായിട്ട് ചില റിവായത്തുകളിൽ കാണാം. അപ്പൊ അത്ര പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപേക്ഷിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് അസർ നമസ്കാരത്തിന് മുമ്പുള്ള 4 റക്അത്ത് നമസ്കാരത്തെ കുറിച്ച് നോക്കാം. ഇതൊക്കെ കുറച്ചു കാലം മുമ്പ് വരെ അസറിന് മുമ്പ് നമസ്കാരം ഇല്ല എന്നൊരു കോൺസെപ്റ്റിലായിരുന്നു എല്ലാവരും ഓടിയിരുന്നത്, അല്ലെ. അപ്പോഴൊക്കെ നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ ചോദിക്കും, ഇതെവിടുന്നാണ് ഈ നിസ്കാരം, അങ്ങനെ ഒരു നിസ്കാരം ഉണ്ടോ എന്നൊക്കെ. ആക്ച്വലി ഇത് റവാത്തിബ് സുന്നത്തിൽ പെടാത്തതല്ലാണ്, റവാത്തിബ് സുന്നത്തിൽ പെട്ടതല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും അവഗണിക്കരുത്. ചില നമസ്കാരത്തിന്, റവാത്തിബ് നമസ്കാരത്തിന് പോലും പറയാത്ത പല ശ്രേഷ്ഠകളും ഉണ്ടെന്നുള്ളതാണ് വാസ്തവം, അല്ലെ. അസറിന് മുമ്പ് 4 റക്അത്ത് നമസ്കാരം നിസ്കരിച്ചാൽ, റവാത്തിബ് സുന്നത്തിൽ പെട്ടതല്ലെങ്കിൽ പോലും നിസ്കരിച്ചാൽ, ഇതിന് മനുഷ്യനെ, അതായത് അങ്ങനെ നമസ്കരിച്ച മനുഷ്യനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് പറയുന്നത്. റഹിമല്ലാഹു ഇമ്രാൻ സല്ല ഖബലൽ അസറി അർബഅൻ, അല്ലെ. അതായത് അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ച നമുക്ക് പിന്നെ വേറെ ആരെങ്കിലും ഒരു ഒത്താശ വേണം അവിടെ? വേണ്ട. അതായത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മേലെ നിൽക്കുന്നത് ഒന്നും തന്നെ ഇല്ല, അല്ലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്ത അമലുകൾ പോലും സ്വീകരിക്കണമെങ്കിൽ അള്ളാഹു അനുഗ്രഹിക്കണമെന്ന്. എങ്കിൽ പിന്നെ അത്ര ഒന്നും യുദ്ധം ചെയ്യാനോ, വയറുമല് ഖന്തക്ക് യുദ്ധത്തിൽ കല്ല് വെച്ച് കെട്ടാനോ, ഒരുപാട് ഭാര്യമാരോടൊപ്പം ജീവിച്ചിട്ട് ഒരിക്കൊക്കെ ചെലവ് കൊടുക്കാനോ, പിന്നെ രാജ്യം വിട്ടു പോകാനോ, നിസ്കരിക്കാനോ, നടന്നു പോകാനോ, യുദ്ധം ചെയ്യാനോ, അങ്ങനെ ഒരു കാര്യവും നമ്മളോട് പറഞ്ഞിട്ടില്ല, അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, അസറിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കല്. അങ്ങനെ നമസ്കരിക്കുകയാണെങ്കിൽ റഹിമല്ലാഹു ഇമ്രാൻ, ആ മനുഷ്യനെ അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട്. മാത്രവുമല്ല നബി സല്ലല്ലാഹു പ്രാർത്ഥനയിൽ ഉൾപ്പെടുകയും അവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുകയും ചെയ്യും, അല്ലെ. പോരെ, എന്നിട്ട് എന്തിനാ നമ്മൾ ഈ 4 ഉപേക്ഷിക്കുന്നത്? പിന്നെ ഈ 4 റക്അത്തിന് എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനൊരു പ്രത്യേകത എന്താ വെച്ചാല്, അത് ചിലപ്പോഴൊക്കെ നമുക്ക് വിട്ട് കളയാം, അല്ലെ. അങ്ങനെ കമ്പൽസറി എടുത്തിട്ടില്ലെങ്കിൽ വിരോധമില്ലാത്ത ഒരു സുന്നത്താണ്. എന്നിരുന്നാലും നമ്മൾ വീടുകളിലൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ധാരാളമായിട്ട് ഓതിയിട്ട് ഈ നിസ്കാരം നമസ്കരിക്കാവുന്നതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, ഇബ്നു ഉമർ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹിമല്ലാഹു ഇമ്രാൻ സല്ല ഖബലൽ അസ്രി അർബഅ. അതായത് ഒരു മനുഷ്യനെ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു, 4 റക്അത്ത് നമസ്കരിച്ചാൽ. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, റവാത്തിബ് സുന്നത്തിൽ അധികരിച്ച അസറിന് മുമ്പുള്ള സുന്നത്തും ളുഹറിന് മുമ്പും ശേഷമുള്ള സുന്നത്തിന്റെ പ്രാധാന്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു, അല്ലെ. ഇനി നമുക്ക് മഗ്‌രിബിന് മുമ്പുള്ള സുന്നത്തിനെ കുറിച്ച് ചിന്തിക്കാം. അതായത് മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്ത് റവാത്തിബിൽ പെട്ടതായതുകൊണ്ട് നമ്മളെല്ലാം നമസ്കരിക്കാറുണ്ട്, അല്ലെ. അതേസമയം മഗ്‌രിബിനും മുമ്പുള്ള സുന്നത്ത് നമ്മളൊന്നും അത്ര കൃത്യമായിട്ട് ശ്രദ്ധിക്കാറില്ല.
അപ്പം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദിച്ച ഹദീസിൽ അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖറഉ ഫീ റകഅത്തൈനി ബഅദ സ്വലാത്തിൽ മഗ്രിബി ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹു അഹദ്. ല്ലേ? അതായത് മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തുകളിൽ കാഫിറൂനും ഇഖ്ലാസും ഓതിയിരുന്നതായിട്ട് പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞ അത് മഗ്രിബിന് ശേഷമുള്ളതാണ്. അതേസമയം മഗ്രിബിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി പ്രോത്സാഹനം നൽകിയിട്ടുള്ളതായിട്ട് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 റക്അത്ത് നമസ്കരിച്ചു എന്ന് സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു പറയുന്നു, നബിയുടെ കാലത്ത് സൂര്യൻ അസ്തമിച്ച ശേഷം മഗ്രിബ് നമസ്കാരത്തിന് മുമ്പായി ഞങ്ങൾ 2 റക്അത്ത് നമസ്കരിക്കുമായിരുന്നു. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് അബ്ദുല്ലാഹിബിന് മുസനിയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന മഗ്രിബിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 പ്രാവശ്യം പറഞ്ഞത് കേൾക്കണം. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലു ഖബല സ്വലാത്തിൽ മഗ്രിബി ഖാല ഫീ സലാസതി ലിമൻ ശാഅ കരിഹത അൻ യത്തഖിദ അന്നാസ് സുന്നത്തുൻ. അതായത് 3 പ്രാവശ്യം പറഞ്ഞു. അല്ലെ? നിങ്ങൾ സല്ലു ഖബല സ്വലാത്തിൽ നിങ്ങൾ മഗ്രിബിന് മുമ്പേ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു. പിന്നെ പറഞ്ഞു ലിമൻ ഷാഅ, ആരെങ്കിലും ഉദ്ദേശിക്കുന്നവൻ. അല്ലെ? അത് ഒരു നടപടിയായി സ്വീകരിക്കുമെന്ന് ഭയന്ന്. അത് ബുഖാരി ഇമാമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ മഗ്രിബിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തും ഇതുപോലെ നമുക്ക് എമർജൻസി ഘട്ടങ്ങളിൽ സ്കിപ്പ് ചെയ്യാം. എന്നാലും പതിവായി എടുക്കുന്ന നിസ്കാരങ്ങൾ, പതിവായി എടുക്കുന്ന അമലുകളാണ്. ല്ലേ? ഇനി ഹിബുക്കല, അതായത് അള്ളാഹു കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താന്ന് വെച്ചാല് വൈൻകല്ല, വളരെ കുറച്ചാണെങ്കിലും ദായമായിട്ട് ചെയ്യുന്ന അമലുകളാണ്. അപ്പൊ മഗ്രിബിന്റെ സുന്നത്ത് പതിവായി എടുക്കാം. ഇനി വല്ല തിരക്കും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ മുമ്പേ ഉള്ള സുന്നത്ത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷെ പിന്നിലുള്ള സുന്നത്ത് ഒഴിവാക്കാൻ വകുപ്പില്ല കേട്ടോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഗത്ഭരായ അനുചരന്മാർ മഗ്രിബിന്റെ സമയത്ത് തോടുകണ്ട് അടുത്തേക്ക് ഓടുന്നത് കണ്ടാൽ ഏതെങ്കിലും ആ സ്വദേശിയല്ലാത്ത ഒരു മനുഷ്യൻ, ആ പരദേശി ആ പള്ളിയിൽ പ്രവേശിച്ചാൽ വിചാരിക്കോ ഇവിടുത്തെ ഫറലിന്റെ ജമാഅത്ത് കഴിഞ്ഞു, എന്നിട്ട് അവര് സുന്നത്ത് നമസ്കരിക്കുകയാണെന്ന് തോന്നിപ്പോവും. എല്ലാരും നിസ്കാരത്തിലായിരിക്കും. പക്ഷെ ആക്ച്വലി എന്തായിരിക്കും അവർ നിസ്കരിക്കുന്നത്? അവര് മഗ്രിബിന്റെ സുന്നത്തായിരിക്കും. അപ്പം ഇത് 3 പ്രാവശ്യം പറഞ്ഞത് കൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. മഗ്രിബിന്റെ 2 റക്അത്ത് സുന്നത്ത് വളരെ അഫ്ളലാണ്. പ്രവാചകൻ 3 പ്രാവശ്യം പറഞ്ഞു സല്ലു ഇതിന റക്അത്തിൻ ഖബലൽ മഗ്രിബി. ല്ലേ? അങ്ങനെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് 3 പ്രാവശ്യം പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് അതൊരു സ്വീകാര്യമായ ഹദീസായിട്ട് നിസ്കരിക്കുകയും ചെയ്യാം. അതേസമയം വല്ല തിരക്കുണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം എന്നുകൂടി പറഞ്ഞിരിക്കുന്നു. പിന്നെ മഗ്രിബ് നമസ്കാരത്തിന് ബാങ്കിന്റെയും ഇഖാമത്തിനും, എല്ലാ നിസ്കാരത്തിനും ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിൽ 2 റക്അത്ത് നമസ്കരിക്കൽ സുന്നത്താണ്. എന്നാൽ അത് പതിവായതല്ല. അത് നമുക്ക് കാരണം നമുക്ക് പതിവാക്കുകയാണെങ്കിൽ റവാത്തിബ് സുന്നത്തായി തീരും. അല്ലെങ്കിൽ നമുക്ക് ഒഴിവുപോലെ അങ്ങ് നിസ്കരിക്കാമാണെങ്കിൽ റവാത്തിബ് സുന്നത്തിന്റെ കൂടെ നിയ്യത്തും ചെയ്യാം. അല്ലെ? പിന്നെ ഇശാക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിനും താഴെ പറയുന്ന ഹദീസിൽ തെളിവ് കാണാം. അബ്ദുല്ലാഹിബ്നു മഖ്ഫൽ റളിയല്ലാഹു അൻഹു നിവേദനം, എല്ലാ 2 ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ സുന്നത്ത് നമസ്കാരമുണ്ട്. ല്ലേ? അത് 3 പ്രാവശ്യം ഇഷ്ടമുള്ളവനെന്ന് പറഞ്ഞു. ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ്. സുമ്മ കാല ഫീ സാലിസത്തിൽ ലിമൻ ഷാ, ഇഷ്ടമുള്ളവർക്ക് എടുക്കാം. അപ്പം നമസ്കാരം വർദ്ധിപ്പിക്കുന്നത് എന്തായാലും അള്ളാഹുവിനെ ഞാൻ പറഞ്ഞല്ലോ, ഖബറിൽ കിടക്കുന്ന ഖബറാളികൾ വിചാരിക്കും, പഠിച്ചോനെ എത്ര സമയമാണ് ഞാനിവിടെ വെറുതെ കിടക്കുന്ന, ദുനിയാവിൽ അടിച്ചു പൊളിച്ച് നടന്ന് സീരിയലും റീൽസൊക്കെ കണ്ടിരുന്ന സമയത്ത്, അല്ലെങ്കിൽ കിടന്നുറങ്ങിയ സമയത്ത് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആർക്ക് തോന്നിപ്പോവും? ഖബറാളികൾക്ക് തോന്നിപ്പോകും. ല്ലേ? അപ്പം സൗബാനിൽ നിന്ന് നിവേദനം ചെയ്തൊരു ഹദീസിൽ ഒരു സത്യവിശ്വാസി ഒരു സുന്നത്ത് നമസ്കാരത്തെയും നിസാരവൽക്കരിക്കരുത് എന്ന് കാണാം. അതായത് താങ്കൾ സുജൂദ് വർദ്ധിപ്പിക്കുക, സുജൂദ് ചെയ്യുമ്പോഴെല്ലാം അത് അള്ളാഹു താങ്കൾക്ക് ഒരു പദവി ഉയർത്തി തരികയും പാപങ്ങൾ പുറത്തു തരികയും ചെയ്യുന്നു. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ. അല്ലെ? പിന്നെ
ഒരു റബീഅത്തുബിന് മാലിക് അസ്ലമി റളിയല്ലാഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അത്രേ, ആവശ്യമുള്ളത് ഫഖുൽതു അസ്അലുക മുറാഫഖതക ഫിൽ ജന്നത്തി, എനിക്ക് ആവശ്യമുള്ളത് ചോദിക്കുക. അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ് സ്വർഗത്തിൽ താങ്കളോടുള്ള സഹവാസം അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൽ എവിടാണ്? ജന്നാത്തുൽ ഫിർദൗസിന്റെ ടോപ്പസ്റ്റിലാണ് അല്ലെ. അപ്പൊ അവിടെ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഭയങ്കര ചോദ്യം അല്ലെ, നമ്മൾക്കാർക്കും ചോദിക്കാൻ ധൈര്യം ഉണ്ടാവില്ല. പക്ഷെ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ള മറ്റു വല്ലതും ഉണ്ടോന്ന്. അപ്പോൾ അയാൾ പറയും, എനിക്ക് അത് തന്നെ ഉള്ളൂ, എനിക്ക് വേറെ അതാണ് ഏറ്റവും വലിയ ചോദ്യം, എന്നെക്കാളും വലിയ ചോദ്യം ഇല്ലാലോ. അപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ സുജൂദ്, നമസ്കാരം വർദ്ധിപ്പിക്കുക, നീ നിന്റെ കാര്യത്തിൽ നീ എന്നെ സഹായിച്ചു കൊള്ളു. അങ്ങനെ അപ്പൊ ഇനി അലാ നഫ്സിക ബി കസറത്തി സുജൂദ് അല്ലെ, ധാരാളമായി സുജൂദ് വർദ്ധിപ്പിക്കുക, അത് തന്നെയാണ് എന്നോടൊപ്പം എത്താനുള്ള ഏറ്റവും വലിയ പിന്നെ സോഴ്സ് അല്ലെ, തന്നെ ഏറ്റവും വലിയൊരു മാർഗം. ഇന്ന അവലമായു ഹാസബ് ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മൻ അമലിഹി സ്വലാത്തുഹു ഫൈൻ സ്വലിഹത്ത് ഫഖദ് അഫ്ലഹ ഫഅൻജഹ. അതായത് ആദ്യമായി മനുഷ്യരുടെ ചോദ്യം ചെയ്യപ്പെടുന്ന കർമ്മങ്ങളിൽ വിചാരണ ചെയ്യപ്പെടുക നമസ്കാരം തന്നെ ആയിരിക്കും. നമസ്കാരം ശരിയായാൽ അനന്തായി അവൻ ഫഖദ് അഫ്ലഹ ഫഅൻജഹ, അവൻ വിജയിച്ചു അല്ലെ. നമസ്കാരം മോശമായാൽ വൈൻ ഫസദത്ത് ഫഖദ് ഖാബ വഹസിറ, അവൻ നിർഭാഗ്യവാനുമായി. അന്ത്യനാളിൽ മനുഷ്യരുടെ കാര്യങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്ന നമസ്കാരത്തെ കുറിച്ച് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള നമസ്കാരങ്ങളുടെ പ്രത്യേകതയെ കുറിച്ച് നമ്മൾ ഒട്ടും തന്നെ ശ്രദ്ധിക്കാറില്ല എന്നല്ല, നമ്മൾ നമസ്കരിക്കാറുണ്ട്. പക്ഷെ ഇത് എന്തിന്, എപ്പോൾ, എങ്ങനെ, എന്ത് കൂലി, എന്താ അതിന്റെ പ്രത്യേകത എന്നൊന്നും നമ്മൾ അറിയാറില്ല അല്ലെ. അതായത് സുബഹിന്റെ സുന്നത്ത് ലോകത്തിലേക്ക് വെച്ച് ഇവിടെ ഇഹലോകത്തും പരലോകത്തും വെച്ചിട്ട് എല്ലാറ്റിനേക്കാളും ഉത്തമമായതാണ് സുബഹിന്റെ സുന്നത്ത്. ളുഹറിന് മുമ്പും 4 ശേഷം 4 നിസ്കരിക്കുന്നവന്റെ വജ്ഹ് നരകത്തിൽ നിന്ന് അള്ളാഹു പിന്നെ അകറ്റിയിരിക്കുന്നു. അതായത് നരകം അവന് നിഷിദ്ധമായിരിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ അസറിന് മുമ്പുള്ള 4 റക്അത്ത് സുന്നത്താണെങ്കിലോ അത് നമസ്കരിക്കുകയാണെങ്കിൽ റഹിമല്ലാഹു ഇമ്രൻ, ആ മനുഷ്യനെ അള്ളാഹു അനുഗ്രഹിച്ചു. അപ്പൊ ഞങ്ങൾക്ക് നിസ്കരിക്കും അങ്ങനെ വിചാരിക്കും, പഠിച്ചോനെ അള്ളാഹു അനുഗ്രഹിക്കുന്ന ഒരു നിസ്കാരമല്ല റബ്ബേ ഇത് എന്ന് വിചാരിച്ചിട്ടാ നിസ്കരിക്കുക അല്ലെ. അങ്ങനെ അപ്പം അതിന് മഗ്‌രിബിന്റെ മുമ്പുള്ള 2 അത് നിസ്കരിക്കുന്നതിനെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം പറഞ്ഞു. പിന്നെ പറഞ്ഞു ലിമൻ ഷാ, ആരെങ്കിലും ഇഷ്ടമുള്ളവർ നിസ്കരിച്ചോളി. അപ്പൊ നബി ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ നമുക്കൊരു സുന്നത്തായി. പക്ഷെ 3 പ്രാവശ്യം പറഞ്ഞ സ്ഥിതിക്ക് അതും നിസ്കരിക്കേണ്ടതാണ്. പിന്നെ ഒട്ടാകെ കൺക്ലൂഷൻ ചെയ്ത് പറയുമ്പോൾ അസറിന്റെ മുമ്പുള്ള 4 റക്അത്ത് സുന്നത്തും മഗ്‌രിബിന് മുമ്പുള്ള 2 നമുക്ക് വേണമെങ്കിൽ എപ്പോഴെങ്കിലും എമർജൻസി ചാൻസിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷെ ളുഹറിന്റെ മുമ്പും പിമ്പുള്ള 4 വളരെ ശ്രദ്ധാപൂർവം എടുക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അത് വല്ലാത്ത പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. പിന്നെ ഇശാക്ക് മുമ്പുള്ളത് എല്ലാ ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ നമസ്കാരം ഉണ്ടെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലായി അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ സുന്നത്ത് നമസ്കാരങ്ങളുടെ പ്രത്യേകതകൾ. വെറുതെ അങ്ങ് നിസ്കരിച്ചോടുന്ന് അറിയുമ്പോൾ നമുക്ക് ഒരു മടിയാണല്ലേ, അതെത്ര റക്അത്താണ്, ഇതൊക്കെ നിസ്കരിക്കാൻ ഇങ്ങോട്ട് കഴിയണ്ടേ എന്നൊക്കെ തോന്നുമായിരിക്കും അല്ലെ. പക്ഷെ അതല്ല, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഇതിന്റെയൊക്കെ പ്രാധാന്യം മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഇതൊക്കെ നിസ്കരിക്കുമ്പോ അതിന് ഇനി മാത്രം പ്രത്യേകതകൾ ഉണ്ടല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലെ. ഇൻഷാ അല്ലാഹ് വബില്ലാഹി തൗഫീഖ്. അപ്പൊ ഇതൊക്കെ തുടങ്ങുമ്പോൾ നിങ്ങൾ വിചാരിക്കല്ലോ ഇത് എത്ര 22 റക്അത്തൊക്കെ ഒരു ദിവസം പിന്നെ ഫർളിന് പുറമെ നിസ്കരിക്കാൻ കഴിയണ്ടേ എന്നൊക്കെ നമുക്ക് തോന്നും അല്ലെ. അപ്പൊ ഒരിക്കലും അതൊരു ബുദ്ധിമുട്ടായിട്ട് കണക്കിലെടുക്കാണ്ട് നിസ്കരിക്കുക തന്നെ ചെയ്യുക. മാത്രമല്ല ഇതിനൊക്കെ ഇങ്ങനത്തെ പ്രത്യേകതകളുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹു അനുഗ്രഹിച്ചാൽ പിന്നെ നമ്മള് പിന്നെ നടക്കുന്ന കാലും പിടിക്കുന്ന കൈയും നോക്കുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും ഒക്കെ അള്ളാഹുവിലേക്കായിരിക്കും. നമ്മൾ ഒരു വേണ്ടാത്ത മാർഗത്തിലേക്കും അള്ളാഹു തിരിക്കുകയില്ല. അള്ളാഹുവിന്റെ ഫുൾ പ്രൊട്ടക്ഷൻ നമ്മളെ മേലുണ്ടാവും, നമ്മുടെ കുടുംബത്തിന്റെ മേലുണ്ടാവും, നമ്മുടെ റിസ്കിന്റെ മേലുണ്ടാവും, എല്ലാ കാര്യങ്ങളും ലഭിക്കും അല്ലെ. അപ്പോൾ അതുകൊണ്ട് ഈ നമസ്കാരങ്ങൾ പ്രത്യേക ശ്രദ്ധയോടെ തുടങ്ങാൻ ശ്രമിക്കുക. ഇനിയിപ്പോ ചെറിയ മക്കളുള്ളവരൊക്കെ ആണെങ്കിൽ അതിന് പറ്റൂലെങ്കിൽ അങ്ങനെ ഒരു നെയ്യത്ത് വെക്ക, പഠിച്ചോനെ ഒരു ഒഴിവുള്ള സമയത്ത് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ. അതായത് 2ഉം 3ഉം ചെറിയ മക്കളുള്ളവർക്കൊന്നും ഇത്രമാത്രം നിസ്കാരങ്ങൾ പറ്റിയെന്ന് വരൂല. അതല്ലാണ്ട് കുട്ടികൾ കോളേജ്
കോളേജിലും അവിടെയും പേരമക്കളൊക്കെ ഉള്ള വലിയ വലിയ ഒഴിവുള്ള പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും കുറേ ഗ്രൂപ്പിൽ. അവരൊക്കെ ഈ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ ഇതിന്റെ ഫളായിലുകൾ മനസ്സിലായല്ലോ. ഇതിലെല്ലാം നിസ്കരിച്ചാലുള്ള പ്രത്യേകതകൾ ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞു തന്നല്ലോ. ഇനി നിങ്ങൾ ഇന്നു മുതൽ, ഇനി നമുക്ക് റമദാനാണ് വരുന്നത്, എങ്ങനെ അമലുകൾ വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു അവസരത്തിൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇൻഷാ അല്ലാഹ് വബില്ലാഹി തൗഫീഖ്. നമ്മൾ സാലിഹായ കർമ്മങ്ങൾ ചെയ്യുവാനും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകുവാനും അത് പതിവായി ചെയ്യുവാനുമുള്ള തൗഫീഖ് ഉണ്ടാകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി വസ്വഹ്ബിഹി അജ്മഈൻ. ഓഫാക്കിയതാ, ഓഫായിട്ടില്ല അല്ലേ?